CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഉഷ്ണതരംഗ സാധ്യത. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മെയ് 3 വരെ പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തൃശൂർ വെള്ളാനിക്കരയിൽ സഹകരണ ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അരിയന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആനായിക്കൽ ഇരുങ്കുറ്റൂർ വീട്ടിൽ പരേതനായ വിജയൻ മകൻ 32 വയസ്സുള്ള ജിജിലാണ് മരിച്ചത്. കുണ്ടന്നൂർ ചുങ്കം ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞു. പിക്കപ്പ് വാനിലുണ്ടായിരുന്നവർ പരിക്കുകളേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വേലൂരിൽ യുവാവ് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു. പോസ്റ്റ് ഓഫീസ് സെന്ററിൽ കുന്നത്ത് വീട്ടിൽ പരേതനായ ബാബുവിന്റെ മകൻ 33 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. എടപ്പാൾ നടുവട്ടത്ത് കാൽനട യാത്രക്കാരൻ കാർ ഇടിച്ചു മരിച്ചു. അയിലക്കാട് വീട്ടിലെ വളപ്പിൽ 55 വയസ്സുള്ള അഹമ്മദാണ് മരിച്ചത്. വാഗാപ്പുഴയ്ക്ക് ശാപമോക്ഷമേകി എളവള്ളി ഗ്രാമപഞ്ചായത്ത്. ജലസംരക്ഷണ രംഗത്ത് എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനത്തിന് നാന്ദി കുറിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡിന് സമീപം ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് ഗുരുതര പരിക്ക്. നെല്ലുവായ് മാങ്ങരപ്പുഞ്ചയിൽ വീട്ടിൽ കൃഷ്ണനാണ് പരിക്കേറ്റത്. പുന്നീർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടന്നു. മെയ് 8, 9, 10 തീയതികളിലാണ് മഹോത്സവം ആഘോഷിക്കുന്നത്. കനത്ത ചൂടിനെ തുടർന്ന് അങ്കണവാടി വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിച്ച് വനിതാ ശിശു വികസന വകുപ്പ്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കുവാനാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ തീരുമാനം. ഉത്തരേന്ത്യയിൽ നിന്ന് ചപ്പാത്തി കേരളത്തിലെത്തിയതിന്റെ 100ാം വാർഷികം പ്രമാണിച്ച് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ജനകീയ ഹോട്ടലിൽ സൗജന്യമായി ചപ്പാത്തി വിതരണം നടത്തി. ഉച്ചഭക്ഷണം കഴിക്കാനെത്തിയവർക്കാണ് ചപ്പാത്തി സൗജന്യമായി വിതരണം ചെയ്തത്. വാഗ ബദ്രിയ മസ്ജിദിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PT ഉസ്താദ് അനുസ്മരണവും ദുആ മജ്ലിസും നടന്നു. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1996-97 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി കുടുംബ ട്രസ്റ്റിന്റെ 20ാം വാർഷിക സംഗമം തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ ജോസ് കോന്നിക്കര ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടിയിൽ മൈ ഗാങ് ഐക്കൺസിന്റെ നേതൃത്വത്തിൽ ആദൂർ സൂപ്പർ ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചു. 4 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. 7 സ്റ്റാർ വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഏപ്രിൽ 28 മുതൽ മെയ് 4 വരെയാണ് ടൂർണമെന്റ്. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന 2ാമത് അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് നാടിന് ആവേശമായി മാറുന്നു. പുരുഷന്മാരുടെ കുത്തകയായിരുന്ന ഫുട്ബോൾ ആസ്വാദനത്തിന് സ്ത്രീകളും കൂട്ടമായെത്തുന്നതാണ് ശ്രദ്ധേയമാകുന്നത്. പാറേമ്പാടം സെന്റ് അനീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസിന്റെയും സെബസ്ത്യാനോസിന്റെയും യൗസേ പിതാവിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. LSS പരീക്ഷയിൽ വിജയം കൈവരിച്ച മന്ദലാങ്കുന്ന് GF UP സ്കൂളിലെ PN മുഹമ്മദ് നസ്ബാനെ വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന് മൊമന്റോ നൽകി ആദരിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.